നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മ വിഷമിക്കാതിരിക്കെ. ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരല്ലല്ലോ നമ്മളാരും. അതുകൊണ്ട് ദൈവം നമ്മളെ കൈവിടില്ല. എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരും. ഞാനിപ്പോ ആലോചിക്കുന്നത് മറ്റൊരു കാര്യം മോളെ. എന്താ അമ്മേ? ജഗദീഷ് അവന്റെ ബിസിനസ് ആവശ്യത്തിനായി തെങ്കാശിക്ക് പോവും. കുഞ്ഞിന്റെ പേരിടലിന് അവനുണ്ടാവില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ വീട്ടിലൊരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുമ്പോ മാലതി എവിടെ പോയി? അങ്ങനെ പോകുന്ന ശരിയാണോ? അതിപ്പോ അവൾക്ക് അശ്വിന്റെ ഹോസ്റ്റൽ വരെ പോണെന്ന് പറഞ്ഞിരുന്നു. നീ അവളെ ന്യായീകരിക്കാനൊന്നും നിക്കണ്ട. തെറ്റ് കാണിക്കുന്നവരെ നിലയ്ക്ക് നിർത്താതെ അവരെയൊക്കെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന നിന്റെ ഈ നിലപാടുണ്ടല്ലോ, അത് മാറ്റണം. അത് രാജലക്ഷ്മി പറയുന്നത് ശരിയാ. നന്ദിനിയുടെ നോട്ടത്തിൽ എല്ലാവരും ശരിയാ. നല്ലത് പറഞ്ഞു നടക്കുന്ന എല്ലാവരും നന്ദിനിയെ വേദനിപ്പിക്കുകയും ചെയ്യും. എന്തൊക്കെ ശത്രുതകൾ ഉണ്ടായാലും കുഞ്ഞിന്റെ 28 കെട്ടിന് എല്ലാവരും ഈ വീട്ടിൽ ഉണ്ടാവേണ്ടതാ. എല്ലാവരും ഉണ്ടായിരുന്നു താനും. പക്ഷേ മാലതി മാത്രം മാറി നിന്നു. അത് മനഃപൂർവ്വമല്ലേ എന്നെനിക്കൊരു സംശയമുണ്ട്. മാലതിയുടെയും കൂടെ അറിവോടല്ലേ അവളുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വന്നത്? അത് ശരിയായിരിക്കുമല്ലോ. കാരണം അന്ന് കല്യാണം കഴിഞ്ഞ് രാജലക്ഷ്മി ഹോസ്പിറ്റലിലായപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ജഗദീഷ് ഓടിച്ചു വിട്ടതാ അവരെ. ഇപ്പോ അവരിവിടെ വരണമെങ്കിൽ മാലതിയുടെ അറിവോടെ തന്നെയായിരിക്കണം. ഇതിനർത്ഥം ഈ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും ചോരുന്നുണ്ട്. ഇവിടെ കുഞ്ഞിന്റെ നൂലുകെട്ടാണെന്ന് കൃത്യമായി ആ പണിക്കരും ഭാര്യയെ എങ്ങനെ അറിഞ്ഞു? അമ്മ പറഞ്ഞു വരുന്നത്, ആ വൈശാഖും മൈഥിലിയുമായി മാലതിക്ക് നല്ല ബന്ധമുണ്ട്. അവരെവിടെയാണെന്ന് കൃത്യമായി അവക്ക് അറിയുകയും ചെയ്യും. രാജലക്ഷ്മിയുടെ ഈ സംശയം ശരി തന്നെയാ. തന്റെ അച്ഛനും അമ്മയും വരുന്നുണ്ടെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാ അവൾ ഇവിടത്തെ ചടങ്ങിൽ നിന്ന് മാറി നിന്നത്. എന്റെ അമ്മ, ഇക്കാര്യം ഒരു കാരണവശാലും ജഗദീഷ് അറിയരുത്. അവൻ അവളെ ചോദ്യം ചെയ്യും. പിന്നീട് ഇവിടെ എന്താ നടക്കാന്ന് പറയാൻ പറ്റില്ല. അവൻ അറിയട്ടെ. ചോർ ഇവിടെയും കൂർ അവിടെയും എന്ന നിലപാട് ശരിയല്ലല്ലോ. ഇത് അവളുടെയും കൂടെ വീടല്ലേ. ഇവിടത്തെ കാര്യങ്ങൾ ചോർത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒറ്റുകാരിയുടെ ലക്ഷണമല്ലേ? ഇത്തരം കാര്യങ്ങളിൽ മൗനം പാലിക്കുന്നത് ഒട്ടും നല്ലതല്ല. ഈ പ്രവണത മുളയിലേ നുള്ളിക്കളയണം. ഇവിടുത്തെ കാര്യങ്ങള് ആ മൈഥിലിക്കും വൈശാഖിനും ആരോ ചോർത്തി കൊടുക്കുന്നുണ്ടെന്ന് സത്യം. ഞാനും ACPയും കൂടി ആ മണിയമ്മയുടെ വീട്ടിലേക്ക് ചെന്നപ്പോ കൃത്യമായിട്ട് അവരവിടുന്ന് മുങ്ങിയിരുന്നു. ഒരു സ്പൈ വർക്ക് ഇവിടെ നടക്കുന്നുണ്ടെന്ന കാര്യം 100% കറക്റ്റാ. എന്തായാലും അവളിങ്ങോട്ട് വരട്ടെ. ഇത് ചോദിക്കാതെ വിടുന്ന പ്രശ്നമില്ല. കുടുംബത്തിൽ ഇനിയൊരു ഭൂകമ്പം ഉണ്ടാക്കണം അമ്മേ. എന്ന് വെച്ച് മിണ്ടാതിരിക്കണോടി. ദേ, നീ ഇതിൽ ഇടപെടണ്ട. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.